ഡിസ്ക്ലൈമർ, ദിസ് വീഡിയോ ഡെഡിക്കേറ്റഡ് ഓൺലി ഫോർ ചിൽഡ്രൻ. ഇത് കുട്ടികൾക്കുള്ള വീഡിയോ ആണ്, അപ്പോൾ ഒരു ഫണ്ണിയായി കാണുക. നമസ്കാരം. നമ്മളെല്ലാവരും കൊച്ചു ടിവിയിലെ ഡോറ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ കാണാം, ഡോറയുടെ പ്രയാണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, അത് കുട്ടികൾക്ക് വേണ്ടി മിനിമം ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന ഒരു കാർട്ടൂണ്. പക്ഷെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, കാർട്ടൂൺസിന് പ്രായമില്ല, അത് ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്നതാണ്. ഡോറയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഡോറ യഥാർത്ഥത്തിൽ ഞാൻ പറയാണ്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറിൽ നമ്പർ 1 നിൽക്കുന്നത് ഡോറ എന്ന് പറഞ്ഞ ഒരാളാണ്. രണ്ടാമത്തത് ജെറി ആയിട്ടേ വരത്തുള്ളൂ, ടോം ആൻഡ് ജെറിയിലെ ജെറി. ഡോറയ്ക്ക് എന്തുകൊണ്ട് ഇത്ര ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഡോറ ഒരു കാര്യം തന്നെ വീണ്ടും പറഞ്ഞോണ്ടേ, പന്ത സുട്ട പോണ റിപ്പീറ്റ് എന്ന് പറയണ പോലെ ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നത് ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഹേറ്റേഴ്സ് കൂടുതൽ ഡോറക്കാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ഇത് കാണുമ്പോൾ, ചിലപ്പോൾ കുട്ടികളായിരിക്കും, ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ഇല്യൂഷൻ പോലെ തോന്നും, വീണ്ടും വീണ്ടും വട്ടാവും. ഡോറേനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പോയിട്ട് ആളെ പിന്നെ തിരിച്ച് വന്നിട്ടില്ല. അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നോക്കിയപ്പോഴാണ് ഡോറേനെ ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ കുറച്ച് കിഡ്നാപ്പേഴ്സ് പിടിച്ചോണ്ട് പോയി എന്നാണ് എല്ലാവരും കേട്ടത്. അങ്ങനെ കിഡ്നാപ്പേഴ്സ് വിളിച്ചു ചോദിച്ചപ്പോൾ ഡോറയെ കിട്ടണമെങ്കിൽ ഒരുപാട് പണം തന്നാൽ മാത്രമേ ഡോറേനെയും ബുജീനെയും വിട്ടു തരത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഡോറ പറയുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യുക, എന്തായാലും എനിക്ക് ഒരു കാര്യമുണ്ട്, അത് ഞാൻ കേട്ടു. കിഡ്നാപ്പേഴ്സിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം ഡോറയാണ് ചെന്നിരിക്കുന്നത്. അവന്മാരെ തല മുതൽ എല്ലുവലും ഇനി ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവർ തന്നെ സ്വയം തന്നെ ആത്മഹത്യ ചെയ്യും, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഡോറേനെ വീട്ടിൽ കൊണ്ടേ ആക്കാൻ പോയിട്ട് അധികം നാളും ആയിട്ടുമില്ല. ഡോറ ഇവന്മാരെ എല്ലാവരെയും മുഴുവ്രാന്തന്മാരെ ആക്കി എടുക്കും. ഇപ്പോൾ ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ നമ്മൾ എന്താ, ആ തട്ടിക്കൊണ്ടുപോയ ആൾക്ക് വേണ്ടിയിട്ടേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഡോറക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കേണ്ട കിഡ്നാപ്പേഴ്സിന് വേണ്ടി നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. ഡോറയാണ് പോയിരിക്കുന്നത്. എനിക്ക് അതോർത്ത് ആകെ വിഷമമുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഡോറേനെ അവർ വിട്ടു തന്നു. എന്നിട്ട് അവർ കൈ കൂപ്പി പറഞ്ഞു, ഇനി ഒരിക്കലും ഞങ്ങൾ ഇനി കിഡ്നാപ്പ് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് ഇവിടത്തോടെ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞ് അവർ കിഡ്നാപ്പ് നിർത്തി. അവരുടെ ജീവനും കൊണ്ട് അവരെങ്ങോട്ടോ പോയി. അങ്ങനെ ഡോറ വീണ്ടും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം, വരൂ ബുജി എന്ന് പറഞ്ഞ് നേരെ പിന്നെയും പോയി. അവസാനം പോയി രാത്രിയായപ്പോൾ വഴി തെറ്റിപ്പോയപ്പോൾ അവസാനം മാപ്പ് എന്ന് പറയുമ്പോൾ മര്യാദക്ക് ലൈറ്റും തെളിപ്പിച്ച് കൂടെ പോകാം. അവസാനം മാപ്പിനോട് വഴി ചോദിച്ചു, മാപ്പാണ് വഴി തെറ്റിച്ചു കൊടുത്തു. ഭാഗ്യം കൊണ്ട് ഫോറസ്റ്റ് ഓഫീസർമാരാണ് ഡോറയെ കണ്ടുമുട്ടിയത്. അവർക്ക് എന്തായാലും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഡോറ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ മിസ്സിംഗ് ആണ്, എവിടെയെങ്കിലും കണ്ടു കിട്ടിയാൽ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെന്നിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഡോറേനെ രക്ഷപ്പെടുത്തി. ആന വരെ കുത്താൻ വന്നിട്ടും ഡോറ ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അവസാനം അവരെയും ബുദ്ധിമുട്ടിച്ച് അവരെങ്ങനെയൊക്കെയോ ഡോറേനെ രക്ഷപ്പെട്ടു. ഡോറയുടെ അവരെ ചോദിച്ചു, മോളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് മാപ്പിനോട് ചോദിക്കണം. മോളുടെ അച്ഛനും അമ്മയുടെയും പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അതും മാപ്പിനോട് ചോദിക്കും. സത്യം പറഞ്ഞല്ല, ഡോറക്ക് സ്വന്തം തന്തേനെയും തള്ളേനെയും അറിയത്തില്ല, സ്വന്തം വീട് പോലും അറിയണമെങ്കിൽ മാപ്പിനോട് ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. അത്രക്ക് തലയിലെ ഓരോ ഞട്ടുകളും പിരിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കടലിന്റെ അടുത്ത് വന്നിട്ട് ഇതാണോ കടൽ എന്ന് പറയും. പിന്നെ ചില പേരെന്ന് പറഞ്ഞാൽ ഡോറ മിസ്സിംഗ് ആയ സമയത്ത് ഡോറ പോയ വഴികളൊക്കെ അവർ കണ്ടുപിടിച്ചായിരുന്നു. ഡോറ ഒരു ബസ് കയറാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടുത്തെ ആൾ വെച്ച് മോളെ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറയും ഇതാണോ ബസ് എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ കയറി എവിടെയൊക്കെയോ പോയി. ഇങ്ങനെ ഒരു ദേശാടന കളിയാണല്ലോ, ഇങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോഴും പോയിട്ടുണ്ട്. എനിക്കൊരു ഒറ്റക്കാരേ പറയാനുള്ളൂ, ഡോറേനെ നിങ്ങൾ അന്വേഷിക്കണം. ഡോറ തന്നെ വരും, ഡോറ തന്നെ പോകും. പണ്ട് മുതലേ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രാപ്രേമിയാണ് ഡോറ. കൂടെ ബുജിയും കൂടെ ഉണ്ട്. ബുജി പിന്നെ എന്തെങ്കിലും കാര്യം വന്നാൽ ബുജി അപ്പം തന്നെ ചാടിക്കളെ ഡോറേനെ നടുക്കിട്ടിട്ട്. പക്ഷേ ഡോറക്ക് പിന്നെ ഒരു ഭ്രാന്തുള്ളത് കൊണ്ട് എന്താണ് പറയണമെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. പുള്ളി പല കാര്യങ്ങളും തുറന്നു പറയും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അവരെ അന്വേഷിക്കേണ്ട. ഡോറയും ബുജിയും കൂടെ എങ്ങാട്ടെങ്കിലും പോട്ടെ, നമ്മുടെ നെഞ്ചത്ത് വരായിരുന്നാൽ മതി, നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകാം. 100ൽ 95% പേർക്കും സെലിബ്രേഷനാണ് ഡോറ പോയതിന്. ഞാൻ കമന്റ് കണ്ടായിരുന്നു, ഡോറ പോയതിന് ഒരുപാട് സംശയം, ദൈവമേ ഇനി തിരിച്ചു വരില്ല, എങ്ങാട്ടെങ്കിലും പോകട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. കഷ്ടം. ഡോറ അങ്ങനെ തിരിച്ചു വന്നാൽ ഇപ്പോൾ താണ്ടെ വീണ്ടും പോയിട്ടുണ്ട്. എന്തായാലും പോയിക്കോട്ടെ, അവളുടെ ഒരു ആഗ്രഹമല്ല, അവളിങ്ങനെ കാറിപ്പറന്ന് നടക്കുക. പക്ഷേ ഈ ഡോറേനെ കിട്ടുന്ന ആളുകളുടെ കാര്യം പോക്കാണ്. നിങ്ങൾക്ക് ഡോറേനെ ഇഷ്ടമാണോ? കമന്റിലൂടെ പറയുക.